ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്സസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2022 മെയ് 24 നടന്ന SSC CHSLൻ്റെ ഷിഫ്റ്റ് 2ലെ ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. എഫിഷ്യൻറ്റിൻ്റെ സ്പെല്ലിംഗ് ശരിയാണ്, കമ്മിറ്റി ശരിയാണ്, ലെയർ ശരിയാണ്, ഫീൽഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് നോക്കാം. വൺസ് ഫാമിലി പ്ലേസ് എ വെരി മേജർ റോൾ ടു കണ്ടിന്യൂ ദ ട്രെൻഡ്സ് ആൻഡ് ഏജ് ഓൾഡ് ട്രഡീഷൻസ്. ഒരാളുടെ ഫാമിലി എന്തിന് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്? മേജർ റോൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, മേജർ റോൾ ടു കണ്ടിന്യൂ ദ ട്രെൻഡ്സ് ആൻഡ് ഏജ് ഓൾഡ് ട്രഡീഷൻസ്. അപ്പോൾ ഈ മേജർ റോൾ വഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? Significant role in enduring the traditions. Trends. Significant role in enduring the trends. അതായത് മേജർ, സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. എ വൈസ് കിങ്സ് വിസ്ഡം ഡാഷ് ദ ലാൻഡ് ലൈക്ക് ദ സൺ. അപ്പോൾ ഒരു ജ്ഞാനമുള്ള, വൈസ് കിങ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള ഒരു രാജാവിൻ്റെ വിസ്ഡം, അദ്ദേഹത്തിൻ്റെ ഒരു രാജാവിൻ്റെ ജ്ഞാനം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ലാൻഡിനെ സൺ പോലെ പ്രകാശിക്കാൻ, സൂര്യനെ പോലെ പ്രകാശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന വാക്ക് ഇലുമിനേറ്റ്സ് എന്നാണ് ഇവിടെ. ഓക്കെ, പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥം വരുന്നത് ഇലുമിനേറ്റ്സ് ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ബിഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിഗിന് ഇംപ്രൂവ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹി ഡ്രീംസ് ബിഗ് ദാൻ ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹി ഡ്രീംസ് ബിഗ് ദാൻ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരാളെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, സെക്കൻഡ് പാർട്ടിയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിഗ് ഉപയോഗിക്കുമോ? ബിഗ്ഗറാണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. സോ ബിഗ്ഗറാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആൻ്റണിമാണ് നോക്കേണ്ടത്. ദ മാലൈസ്. മാലൈസ് എന്നുള്ളതാണ് നമ്മുടെ വാക്ക്. ദ മാലൈസ് ഹി ഡെവലപ്ഡ് ഫോർ ഓൾ കോസ്റ്റ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഇതുപോലത്തെ മറ്റൊരു ചോദ്യം, മാലൈസ് മീനിങ് വരുന്ന ഒരു ചോദ്യം കൂടെ മുമ്പ് ചോദിച്ചിരുന്നു. അതിൽ സിനണിം ആണ് ചോദിച്ചിരുന്നത് മാലൈസിൻ്റെ. അപ്പോൾ മാലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽവിൽ എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ ഒരാൾക്ക് മോശം ഉണ്ടാവണം, അയാൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവണം, ചീത്ത കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് മാലൈസ്. അപ്പോൾ മാലൈസിൻ്റെ ആൻ്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ മാലൈസിൻ്റെ ആൻ്റണിയുമായിട്ട് വരുന്നത് സിമ്പതിയാണ്. ഇനി അവറൈസ് എന്ന് പറഞ്ഞൊരു വാക്ക് പലർക്കും പുതിയതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രീഡ് ഫോർ വെൽത്ത് ആണ്, അതായത് ആർത്തിയാണ്. ഇനി നമ്മുടെ ആറാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന സെൻറ്റൻസ് അത് ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് സെയിം ആയിരിക്കണം. പിന്നെ പാസീവ് വോയിസിൽ എന്തായിരിക്കും? വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, V3 ഫോം ആയിരിക്കും വരുന്നത്. സോ ഇതിൽ നമുക്കറിയാം മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇൻ്റർചേഞ്ച് ആണ്. ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് കരുതുക. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. പാസീവിലോട്ട് വരുമ്പോൾ ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് പ്ലേസ്, ഒബ്ജക്റ്റ് വെർബ് സബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, വെർബ് അതേ പൊസിഷനിൽ നിൽക്കുന്നു. സോ ഇതിൽ കൈറ വിൽ സൈൻ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ടുമാറോ. ഇതിൽ സബ്ജക്റ്റ് കൈറ, സൈൻ വെർബ്, ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് പ്ലേസിൽ വരുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് പ്ലേസിൽ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ദ ഡോക്യുമെൻറ്റ്സ് വിൽ ബി സൈൻഡ് ബൈ കൈറ ടുമോറോ. ഇനി നമ്മുടെ ഏഴാമത്തെ ചോദ്യം സിനണിം ഓഫ് ദ വേർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേർഡ് എന്ന് പറയുന്നത് അബണ്ടൻ്റ് ആണ്. ഓക്കെ, അബണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറേ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. പ്ലെൻറ്റിഫുൾ ആണ് ഇതിൻ്റെ സിനണിം. ഓക്കെ, സിനണിം എന്താണ്? പ്ലെൻറ്റിഫുൾ ആണ്. ഇനി സ്കാർസ് എന്ന് പറയുമ്പോൾ സ്കാർസിറ്റി, ക്ഷാമമാണ്. അബിസ്മൽ, അബിസ്മൽ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുണ്ട്, പക്ഷെ അൺഎൻഡിങ് ആണ്, ഇമ്മെഷറബിൾ ആണ്.
അപ്പോൾ അബിസ്മലും അബണ്ടൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻറ്റ് പ്ലെൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ധാരാളമായിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനർത്ഥം അത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അബിസ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്നേ ഇല്ല, ഇമ്മെഷറബിൾ ആണ്. ഇനി എഫിമെറൽ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എട്ടാമത്തെ ചോദ്യം നോക്കാം. സെലക്ട് ദ ഡിനോട്ടേഷൻ ഓഫ് ദ ഹൈലൈറ്റഡ് വേർഡ്. ഹൈലൈറ്റഡ് വേർഡ് ഏതാണ്? ഗൈൽ എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്ക്. ഇതിൻ്റെ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഡിനോട്ടേഷൻ്റെ അർത്ഥം പഠിക്കാം. മീനിങ് എന്നാണ് ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഓക്കെ, ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഗൈൽ. ഓക്കെ, ദ ഗൈൽ ഓഫ് ദ ബിസിനസ്മാൻ ഇസ് വെൽ നോൺ ടു ഹിസ് കണ്ടംപററീസ്. അതായത് ബിസിനസ്മാൻ്റെ ഗൈൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ്, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഫെല്ലോ ബിസിനസ്മാനും അറിയാമെന്നാണ്. അപ്പോൾ ഗൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട്ഫുള്ളി കണ്ണിങ്, വളരെ ക്ലെവർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഹയർ ലെവൽ ഓഫ് സൂത്രശാലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ സ്ലൈനസ് ആണ് ഇതിൻ്റെ സിനണിം ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സ്ലൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട്ഫുള്ളി കണ്ണിങ് എന്നാണ്. അപ്പം ഗൈൽ, സ്ലൈനസ് എന്നൊക്കെ പറഞ്ഞ് അർത്ഥമാക്കുന്നത് ആർട്ട്ഫുള്ളി കണ്ണിങ് ആണ്. ഇനി നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ് തന്നിരിക്കുന്നത്. ദ യൂണിവേഴ്സിറ്റി ടീം വൺ ദ മാച്ച് ഇൻ ദ എൻഡ് വിത്ത് എ ഡാഷ് കണ്ണിങ് മൂവ്. അപ്പോൾ ഈ ഡാഷിൽ, ഈ ഫിൽ ഇൻ ദ ബ്ലാങ്കിൽ, ആ ബ്ലാങ്കിൽ നമ്മൾ ഇടേണ്ടത് എന്താണ്? കണ്ണിങ് എന്ന് അർത്ഥമാക്കുന്ന ഒരു വേർഡാണ് അല്ലേ? കണ്ണിങ് എന്ന മീനിങ് ഉള്ള ഒരു വേർഡാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്യുക്ക്, റാൻഡം, ബ്രില്യൻറ്റ് ഇതൊന്നും കണ്ണിങ് എന്നുള്ള അർത്ഥമില്ല. സ്ലിക്ക് മാത്രമാണ് കണ്ണിങ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ദ യൂണിവേഴ്സിറ്റി ടീം വൺ ദ മാച്ച് ഇൻ ദ എൻഡ് വിത്ത് എ സ്ലിക്ക് മൂവ്. ഓക്കെ, ഇനി നമ്മുടെ പത്താമത്തെ ചോദ്യം, ആൻറ്റണിം ഓഫ് ദ വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻറ്റണിം ആണോ സിനണിം ആണോ നമ്മളോട് ചോദിക്കുന്നതെന്ന്. ഐ ഫെൽറ്റ് ടെറിബിളി ജേഡഡ് ആഫ്റ്റർ വർക്കിംഗ് ഓൾ വീക്കെൻഡ്. അതായത് ഒരു വീക്കെൻഡ് മൊത്തം വർക്ക് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് തോന്നും? ഐ ഫീൽ ടയേർഡ് അല്ലേ? അപ്പോൾ ജേഡഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ടയേർഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. റിഫ്രഷ്ഡ് ആണ്. ഓക്കെ, റിഫ്രഷ്ഡ് ആണ് ജേഡഡിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്നത്. ഇനി വിഗറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഗറസ് ആയിട്ടിരിക്കുക, ഊർജ്ജസ്വലതയോട് കൂടി ഇരിക്കുക. അതുപോലെ ഗ്ലട്ടഡ്, ഗ്ലട്ടഡിന് ഗ്ലൂമി ഒന്നും ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇറ്റ് മീൻസ് ഹാപ്പിലി. ഓക്കെ, ഹാപ്പിലി എന്നാണ് ഗ്ലട്ടഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമ്മുടെ 11ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഇഡിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഡിയത്തിൻ്റെ മീനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റ് സപ്പർ എവ്രി വൺ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഹൈ സ്പിരിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ സപ്പറിൽ എല്ലാവരും ഹൈ സ്പിരിറ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. ദാറ്റ് മീൻസ് ചിയർഫുൾ. നമ്മുടെ 12ാമത്തെ ചോദ്യം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ സ്മോൾ ഓർഗനൈസ്ഡ് ഡിസെൻഡിങ് ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ വൺ. അതായത് ഒരു ലാർജർ ഗ്രൂപ്പിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പിന് വിയോജിപ്പ് ഉണ്ടാവുന്നു. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെൻറ്റ്, വിയോജിപ്പ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു ലാർജർ ഗ്രൂപ്പിൽ ഇത്തിരി വിയോജിപ്പുള്ള ഒരു സ്മോളർ ഗ്രൂപ്പ് ഉണ്ടാവുന്നു. ഇതിന് നമ്മൾ എന്ത് പറയുന്നതാണ് ക്വസ്റ്റ്യൻ? ഫാക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഡിസെൻഡിങ് മീൻസ് ഡിസഗ്രിമെൻറ്റ്. അതുപോലെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ തിങ്സ് ആണ്, ഒരേപോലെ ഇരിക്കുന്ന വസ്തുക്കളുടെ ഒരു കൂട്ടം. നമ്മുടെ 13ാമത്തെ ചോദ്യം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അൺഏബിൾ ടു സ്പീക്ക് ഡിസ്റ്റിങ്ക്ട്ലി ഓർ എക്സ്പ്രസ് വൺ സെൽഫ് ക്ലിയർലി. അതായത് സംസാരിക്കാൻ പറ്റാതിരിക്കുക, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ആർട്ടിക്കുലേറ്റ് ചെയ്യുക അല്ലേ? ആർട്ടിക്കുലേഷൻ. അപ്പോൾ ഇൻആർട്ടിക്കുലേറ്റ് ആണ് സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി ഇനൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ വേർഡായിരിക്കാം. ഇനൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ലാക്ക് ഓഫ് സെൻസ് ഓർ മീനിങ്, മീനിങ് ഒന്നും ഇല്ലാത്ത, മീനിങ് ഒക്കെ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനൈൻ മീനിങ് എന്താണ്? ലാക്ക് ഓഫ് സെൻസ് ഓർ മീനിങ്.
ഇനി 14ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ഇൻകറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡാണ്. ഇതിൽ ഒക്കുലാർ എന്ന് പറഞ്ഞ വേർഡാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഒക്കുലാറിൻ്റെ സ്പെല്ലിംഗ് ഒരു സി ആണുള്ളത്. ഒക്കുലാർ എന്ന് പറഞ്ഞാൽ വിഷൻ, ഐ, കണ്ണ്, അതൊക്കെയാണ് കേട്ടോ. മീനിങ് ഐ. സോ ഒക്കുലാറാണ് ആൻസർ വരുന്നത്. ഇനി മാർട്ടിനെറ്റ് എന്ന് പറയുന്നത് പലർക്കും ഒരു പുതിയ വേർഡായിരിക്കും. മാർട്ടിനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, അയാൾ കംപ്ലീറ്റ് ഒബീഡിയൻസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് അയാൾ പറയുന്നത് എല്ലാവരും കേട്ടോളണം. ഇനി നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോളപ്പോൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ കോളപ്പോൺ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് ദ ക്യൂൻ കോൾഡ് അപ്പോൺ, അതായത് ഓർഡർ ചെയ്തു, ടു ഓർഡർ ആണ്. ഇനി നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഗീർ അപ്പ് ഫോർ. ഗീർ അപ്പ് ഫോറിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗീർ അപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി ഫോർ. ഇനി 17ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ദ പീപ്പിൾ ഫ്രം സബ് കോണ്ടിനെൻറ്റ് ആർ വെരി ഡാഷ്. ഓക്കെ, അപ്പോൾ സബ് കോണ്ടിനെൻറ്റിൽ നിന്നുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്നാണ്? സൂപ്പർസ്റ്റീഷ്യസ് ആണെന്നാണ് പറയുന്നത്. ഈ സൂപ്പർസ്റ്റീഷ്യസിൻ്റെ ശരിയായ സ്പെല്ലിംഗ് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ സി, സൂപ്പർസ്റ്റീഷ്യസ്. ഓക്കെ, സൂപ്പർസ്റ്റീഷ്യസ്. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ആക്റ്റീവ് വോയിസിൽ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദ ബോയ് കിക്ക് ദ ബോൾ ഹൈ ഇൻ ടു ദ എയർ. ഓക്കെ, ബോയ് നല്ല ഉയരത്തിൽ പന്ത് ഇങ്ങനെ അടിച്ചു. അപ്പോൾ എന്തുവരും? ദ ബോൾ ഉള്ള സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ പാസീവ് വോയിസ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് പൊസിഷനിൽ ദ ബോൾ വേണം. ദ ബോൾ വേണം. ഇനി ദ ബോയ് കിക്ക്ഡ് ദ ബോൾ ഹൈ ഇൻ ടു ദ എയർ. ഏതാ ടെൻസാ? പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്താണ്? ടെൻസിൽ മാറ്റം വരാൻ പാടില്ല, സെയിം ടെൻസ് ആയിരിക്കണം. സോ വിൽ ബി എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറായി ഇല്ലേ? അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ബോൾ വാസ് kicked high into the air by the boy. അപ്പോൾ നമ്മുടെ 19ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ആക്റ്റീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. എ ട്രിപ്പ് ടു ദ വില്ലേജ് ടെമ്പിൾ വാസ് മെയ്ഡ് ബൈ ഭവാനി യെസ്റ്റർഡേ. ഓക്കെ, ഇതിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്, നമുക്ക് ആക്റ്റീവ് ആണ് ആക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭവാനി ആരാണ്? സബ്ജക്റ്റ് ആണ്. സോ ഭവാനി ഫ്രണ്ടിൽ വരണം, ഐ മീൻ ഫസ്റ്റ് പൊസിഷനിൽ വരണം. ഇനി സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതിലാണ് കിടക്കുന്നത്? പാസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള സിമിലർ ടെൻസ് ആവണ്ടേ? ഭവാനി ഈസ് ഗോയിങ് ടു, തെറ്റാണ്. ഭവാനി വാസ് ഗോയിങ് ടു കണ്ടപ്പോൾ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഭവാനി മെയ്ഡ് എ ട്രിപ്പ് ടു ദ വില്ലേജ് ടെമ്പിൾ യെസ്റ്റർഡേ. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, ആ ഒരു പാറ്റേൺ ശരിയാണ്. സെൻറ്റൻസ് കിടക്കുന്നത് പാസ്റ്റ് ടെൻസിലുമാണ്. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ പാരാജമ്പിൾസ് ആണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള, കുറച്ച് കൺഫ്യൂസിങ്ങും കൂടി ആയിട്ടുള്ളൊരു പാരാജമ്പിൾസ് ആണ്. സോ ഒന്ന് സൈലൻ്റ് ആയിട്ട് റീഡ് ചെയ്യാം. The first time that I was seated behind a curtain in a dining car, I felt as if the curtain had been dropped on my selfhood and could never adjust to the separate waiting rooms, separate eating places, separate restrooms,
partly because the separate was always unequal, and partly because the very idea of separation did something to my sense of dignity and self-respect. സോ അതൊരു അനുഭവം പറയുവാണ്. അത് നമുക്ക് ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആയിട്ട് തോന്നുന്നില്ല. One Sunday we went to the church in Simsbury and we were the only Negroes there, and on Sunday mornings I was the religious leader and spoke on any test I wanted to 107 boys. അതും we went to church എന്നാണ് പറയുന്നത്, one Sunday. അപ്പോൾ അത് ഒരിക്കലും ഒരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് അല്ല, ഒരു ഫോളോയിങ് സെൻറ്റൻസ് ആണ്. Just before going to the college, I went to Simsbury, Connecticut and worked for a whole summer on a tobacco farm to earn a little school money to supplement what my parents were doing. Okay, നമ്മൾ അതിനെ മാറ്റി വെച്ചിരിക്കുന്നു. After that summer in Connecticut, it was a bitter feeling going back to segregation, and it was hard to understand why I could ride whenever I pleased on the train from New York to Washington and then had to change to a Jim Crow car at the nation's capital in order to continue the trip to Atlanta. So ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. നമ്മളപ്പോൾ നോക്കുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തും സിംസ്ബറി ഉണ്ട്, ഇവിടെ രണ്ട് സ്ഥലത്തും സെഗ്രഗേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ സെഗ്രഗേഷൻ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് പറഞ്ഞേക്കുന്നത് സെൻറ്റൻസ് ഡിയിലാണ്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് ഡി കഴിഞ്ഞിട്ടാണ് സെൻറ്റൻസ് എ വരുള്ളൂ. അപ്പോൾ ഡി എ എന്നുള്ളത് നമുക്ക് കിട്ടി. കാരണം സെഗ്രഗേഷൻ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഓരോ തരത്തിലും അദ്ദേഹം എങ്ങനെയാണ് ഓരോ ഈ പറഞ്ഞ വേർതിരിവ്, സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂംസ്, സെപ്പറേറ്റ് ഈറ്റിംഗ് പ്ലേസസ്, സെപ്പറേറ്റ് റെസ്റ്റ് റൂംസ്, അതിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ഡി എ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഡി ഒരിക്കലും ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് ആവില്ല. അപ്പോൾ ഇതിലാണ് ഇൻട്രൊഡക്ടറി സെൻറ്റൻസസ് കിടക്കുന്നത്. ഇനി വൺ സൺഡേ വി വെൻ ടു ചർച്ച് ഇൻ സിംസ്ബറി. ഓക്കെ, രണ്ടിലും സിംസ്ബറി ഉണ്ട്. ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു കോളേജ് ഐ വെൻ ടു സിംസ്ബറി. കോളേജിന് പോകുന്നതിന് മുമ്പ് ഞാൻ സിംസ്ബറിയിൽ പോയി. അപ്പോൾ സിംസ്ബറിയിൽ പോയി, ഇവിടെ ഐ ആണ് കിടക്കുന്നത്. പോയിട്ട് സിംസ്ബറിയിലെ ചർച്ചിൽ പോയ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സി കഴിഞ്ഞാണ് ബി വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഐ ഇവിടെ എത്തുമ്പോഴാണ് ബി ആവുന്നത്. അപ്പോൾ സി ബി ഡി എ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, സി ബി ഡി എ. ഇനി നമ്മുടെ 21 തൊട്ട് 25 വരെയുള്ള ചോദ്യങ്ങൾ ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ പാസേജ് വായിക്കാം. നോവലിസ്റ്റസ് വെൻ ദേ റൈറ്റ് നോവൽസ് ടെൻഡ് ടു ടേക്ക് ആൻ ഓൾമോസ്റ്റ് ഗോഡ് ലൈക്ക് ആറ്റിറ്റ്യൂഡ് dash their subject, pretending to a total comprehension of the story. A man's life dash they can therefore recount as God himself might, nothing standing between them and the naked truth, the entire story meaningful in dash detail. I am as little able to do this as the novelist is, even though my story is more important to me than any novelist is to him. For this is my story. It is the story of a man, not of an invented or possible or idealized or otherwise dash figure, but of a unique dash of flesh and blood. നമുക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിക്കാം. Novelists, when they write novels, tend to take an almost godlike attitude towards their subject. അല്ലേ, സബ്ജക്റ്റ് towards subject അല്ലേ, അതുകൊണ്ട് towards their subject, pretending to a total comprehension of the story. A man's life dash they can therefore recount as God himself might. ഇവിടെ ഒരു മാൻ എന്നല്ല പറഞ്ഞേക്കണം, മാൻസ് ലൈഫ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ മാൻ അല്ലാത്തതുകൊണ്ട് ഹൂസ് ഹൂം വെട്ടിപ്പോയി, മാൻസ് ലൈഫ് ആയതുകൊണ്ട് വിച്ച് വന്നു. ഓക്കെ, എ മാൻസ് ലൈഫ് വിച്ച് they can therefore recount as God himself might, nothing standing between them and the naked truth, the entire story meaningful in dash detail. ഓക്കെ, അപ്പോൾ എൻ്റയർ സ്റ്റോറി പറയണം. അത് എങ്ങനെയാണ് മീനിങ് ഫുൾ ആയിട്ട് പറയണം. എങ്ങനെയാണ് നമ്മളൊരു കഥ പറയുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാ ഡീറ്റെയിൽസിലും അല്ലേ. അപ്പോൾ എവറി ഡീറ്റെയിൽ. I am as little able to do this as the novelist is, even though my story is more important to me than any novelist is to him. For this is my story. It is the story of a man, not of an invented or possible or idealized or otherwise dash figure. അപ്പോൾ പറയുവാണ്, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ കഥ അവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും മറ്റൊരു നോവലിസ്റ്റിനേക്കാൾ ഉപരി. അപ്പോൾ ഇതൊരു കാരണം എന്താണ്, ദിസ് ഈസ് മൈ സ്റ്റോറി, ഇത് എൻ്റെ സ്റ്റോറിയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റിയൽ സ്റ്റോറി. ഓക്കെ, റിയൽ ആണ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ മാൻ, ഒരു റിയൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാൻ്റെ ആണ്. അപ്പോൾ നോട്ട് ഓഫ് ആൻ ഇൻവെൻറ്റഡ്,
അതായത് ഒരു ഇൻവെൻറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ ഉദിച്ച ഒരു കാര്യമല്ല എന്നാണ് പറഞ്ഞേക്കണേ. ഓർ പോസിബിൾ, അതായത് ഇങ്ങനെ ഒരു കഥ നടന്നിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയതല്ല. ഓർ ഐഡിയലൈസ്ഡ്, നമ്മൾ എപ്പോഴാണ് ഐഡിയലൈസ് ചെയ്യുക? ശരിക്കും നടക്കാത്ത കാര്യങ്ങളാണ് ഐഡിയലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഭാവനയിലാണ് എല്ലാം ഐഡിയലായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓർ അതർവൈസ് ആബ്സെൻറ്റ് ഫിഗർ, അതായത് ഇതിൽ ഐഡിയലൈസ് ചെയ്ത അല്ലെങ്കിൽ പോസിബിളി ഞാൻ ഊഹിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ ഭാവിച്ചു എഴുതിയ ഒന്നല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതർവൈസ് എന്ത് വരണം? ഒരു കാൽപ്പനിക സൃഷ്ടിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആബ്സെൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയലി, ശരിക്കും റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ആബ്സെൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ കാൽപ്പനിക സൃഷ്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. ബട്ട് ഓഫ് എ യുണീക്ക് ഡാഷ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, യുണീക്ക് ബീയിങ് ആണ് വരിക, യുണീക്ക് ബീയിങ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. സോ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ അവസാനിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട റൂൾസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.